من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് തൃപ്തിയുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം, അതിനനുസരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനുള്ള ഈമാനും റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. 1,00,000-ൽ അധികം പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നിയോഗിച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നുമുള്ള സന്ദേശം മാനവരാശിയെ പ്രബോധനം നടത്താൻ വേണ്ടിയാണ്. ആ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്തതും ഈ പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത അതേ ഏകദൈവ വിശ്വാസത്തിന്റെ വളരെ കൃത്യമായ ആശയമാണ്. അതുകൊണ്ടാണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനം ഒരാൾ അംഗീകരിക്കുന്നതിലൂടെയാണ് ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ മുസ്ലിമാകാൻ സാധിക്കുന്നത്. ഈ സാക്ഷ്യവചനം കേവലം പറയുക എന്നതിനപ്പുറത്ത് ഈ സാക്ഷ്യവചനത്തിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്ത് ലഭിക്കുന്നതിനേക്കാൾ കൂടുതലും നമ്മുടെ മനസ്സിന് ഒരു കുളിർമയും ഒരു സന്തോഷവും ഇഹലോകത്തും പരലോകത്തും വലിയ അനുഗ്രഹവും ഒരു മനുഷ്യന് കരസ്ഥമാക്കാൻ സാധിക്കും. ഈ ഒരു ആശയം പറഞ്ഞതിന്റെ പേരിലാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് പ്രയാസത്തിലും എന്ത് പ്രശ്നമുണ്ടായാലും നിങ്ങളുടെ ജീവിതത്തിൽ അഭൗതികമായി ഒരു നന്മയും ഒരു തിന്മയും വരുത്താൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഏത് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും നിങ്ങൾ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ അള്ളാഹുവിനോടാണ് സഹായം തേടേണ്ടത്, നിങ്ങൾ അള്ളാഹുവിലാണ് തവക്കുലാക്കേണ്ടത് എന്ന സന്ദേശമാണ് പ്രവാചകന്മാർ പ്രബോധനം ചെയ്തത്. ഒരു പ്രവാചകനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഞാൻ വരുന്നതിന്റെ മുൻപ് വന്ന ഒരു പ്രവാചകനോട് നിങ്ങൾ സഹായം തേടിക്കോളൂ, അവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ നിങ്ങൾ മധ്യവർത്തിയാക്കിക്കൊണ്ട് അള്ളാഹുവിങ്കലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന ചെയ്തോളൂ എന്ന സന്ദേശം നൽകിയിട്ടില്ല. അങ്ങനെ ഒരു സന്ദേശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നൽകിയിട്ടില്ല. എന്നാൽ എന്തിനാണോ പ്രവാചകന്മാർ വന്നത്, ആ വന്നതിന് നേരെ എതിരായിട്ടുള്ള കർമ്മങ്ങളാണ് പിന്നീട് വന്ന സമൂഹത്തിൽ നിന്നുണ്ടായത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയിച്ചടക്കി. കരുണയിലൂടെ, സ്നേഹത്തിലൂടെ, വിട്ടുവീഴ്ചയിലൂടെ മുഴുവൻ ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അങ്ങനെ അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയിലേക്ക് കയറിയപ്പോൾ അവിടെ കാണുന്നത് സൂറത്തു ഇബ്രാഹിം അലൈഹിസ്സലാം വ ഇസ്മാഈൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെയും രൂപങ്ങളാണ്. അവർ ഉണ്ടാക്കി വെച്ച വിഗ്രഹങ്ങളിൽ അവർ അവരുടെ ആരാധനയ്ക്ക്, അവരുടെ പ്രാർത്ഥനയ്ക്ക്, അവരുടെ സഹായം തേട്ടത്തിന് ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെയും രൂപങ്ങളെ അവർ ഉണ്ടാക്കി വെക്കുകയാണ്. ഫി ഐദിയഹുമാ അൽ അസ്ലാം, അവരുടെ കയ്യിൽ ചെറിയ അമ്പൊക്കെയുള്ള വിഗ്രഹങ്ങളെ ആ ആളുകൾ ഉണ്ടാക്കി വെക്കുന്നു.
എന്തിനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയും വന്നത്? എന്തൊരാദർശം പറഞ്ഞതിന്റെ പേരിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്? എന്തൊരാദർശം പറഞ്ഞതിന്റെ പേരിലാണ് നമ്രൂദ് രാജാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞത്? ജീവിതത്തിൽ എന്തൊരാദർശം പറഞ്ഞതിന്റെ പേരിലാണ്, ഏതൊരു വിശ്വാസം പറഞ്ഞതിന്റെ പേരിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീട്ടുകാരിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, നാട്ടുരാജാവിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് പുറംതള്ളപ്പെടാനുള്ള കാരണം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന ആദർശം പറഞ്ഞതിന്റെ പേരിലാണ്. എന്നാൽ ഈ ആദർശം പഠിപ്പിച്ചു കൊടുത്ത ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെയും പിന്നീട് വന്ന ഒരു ജനത അവരോട് വിളിച്ചു പ്രാർത്ഥിക്കാനും, അവരോട് സഹായം തേടാനും, അവർക്കു വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കാനും, ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരെ മധ്യവർത്തിയാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും തുടങ്ങി. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയന്ന ഒന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം പ്രവാചകന്റെ ഖബറിൽ പോയി ആളുകൾ പ്രാർത്ഥിക്കുന്നത്, പ്രവാചകനോട് സഹായം തേടുന്നത്, പ്രവാചകനെ മധ്യവർത്തിയാക്കുന്നത്. അതുകൊണ്ടാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞയാഴ്ച നാം സൂചിപ്പിച്ചല്ലോ, മരണാസന്നനായി കിടക്കുമ്പോൾ പോലും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യം എന്താണ്? ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ശപിക്കപ്പെട്ട വിഭാഗങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതിന് ശേഷം പറയുന്നത്, അവരെല്ലാം അവരിലേക്ക് അയച്ച പ്രവാചകന്മാരെ, അവരുടെ ഖബറുകളെ ആരാധന സ്ഥലമാക്കി എന്നതാണ് അതിന്റെ കാരണം പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അള്ളാഹുവേ, എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുത് റബ്ബേ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദ. അല്ലാഹുവേ, എന്റെ ഖബറിനെ നീ ഒരു ആഘോഷ സ്ഥലമാക്കരുത് റബ്ബേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്? അല്ലാഹുവേ, എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുത് റബ്ബേ എന്നതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ വിഗ്രഹമാക്കരുത് എന്ന് പറയാനുള്ള കാരണം, ആ ഖബറിങ്കൽ പോയി യാ നബിയല്ലാഹ് എന്ന് പറഞ്ഞ് സങ്കടങ്ങൾ, പ്രയാസങ്ങൾ പറയുന്ന ഒരു അവസ്ഥയുണ്ടായാൽ അത് അള്ളാഹുവിന് പുറമെയുള്ള ആളുകളോട് സഹായം തേടുന്നത് പോലെയാണ്, പ്രാർത്ഥിക്കുന്നത് പോലെയാണ്, ഒരു വിഗ്രഹത്തിനോട് സഹായം തേടുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ ഭയന്നു. പ്രവാചകൻ അതിനെ ഭയന്നു. അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചത്, അള്ളാഹുവേ, എന്റെ ഖബറിനെ നീ ഒരു ആഘോഷ സ്ഥലമാക്കരുത് റബ്ബേ. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്ന പല നേർച്ചകളും നമ്മുടെ സഹോദരന്മാർ, അതിന്റെ ഒരു അസ്ലുണ്ടാകും. അത് പുറപ്പെടുന്ന ഒരു സ്ഥലം, അങ്ങോട്ട് തിരിച്ചു ചെല്ലുന്ന ഒരു സ്ഥലം. എന്താണ് അസ്ല്? അത് ഏതെങ്കിലും ഒരു മഹാന്റെ മഖ്ബറയുമായി ബന്ധപ്പെട്ടതായിരിക്കും, ഏതെങ്കിലുമൊക്കെ ഒരു മഹാന്റെ ദർഗയുമായി ബന്ധപ്പെട്ടതായിരിക്കും, ഏതെങ്കിലും ഒരു മഹാന്റെ ജാറവുമായി ബന്ധപ്പെട്ടതായിരിക്കും. പിന്നെ അവിടെ ആഘോഷങ്ങൾ നടക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചത്, അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചത്, അള്ളാഹുവേ, എന്റെ ഖബറിനെ നീ ഒരു ആഘോഷ സ്ഥലമാക്കരുത് റബ്ബേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് പോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഖുർആനിൽ പ്രവാചകനെ പരിചയപ്പെടുത്തുന്ന ചില പരിചയപ്പെടുത്തലുകൾ ഉണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരുപാട് മുഅ്ജിസത്തുകളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെപ്പോലുള്ള ഒരാളല്ല. കാരണം അള്ളാഹുവിന്റെ പ്രവാചകന്, പ്രവാചകന്മാർക്ക് അള്ളാഹു അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ നൽകും. അതാണ് മുഅ്ജിസത്ത് എന്നാൽ. അത് മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാർക്കും നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന് ഒരുപാട് മുഅ്ജിസത്തുകൾ നൽകിയിട്ടുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ കുറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആ സംഭവങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് മുഅ്ജിസത്തുകളാണ്. ഒന്ന് ഖുർആൻ, മറ്റൊന്ന് പ്രവാചകന്റെ ഇസ്രാ മിഅ്റാജ് യാത്ര. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഈ ഖുർആനിനെ വെല്ലാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം ഈ 2024 ഈ സെപ്റ്റംബർ മാസം ഈ ഡേറ്റ് എത്തുന്നതുവരെ ഒരാൾക്കും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. പല ആളുകളും അറേബ്യൻ സാഹിത്യകാരന്മാരിൽ ഖുർആനിനെ വെല്ലാൻ കഴിയുന്ന ഗ്രന്ഥങ്ങൾക്ക് വേണ്ടി അവർ എഴുതി തുടക്കമിട്ടിട്ടുണ്ട്. അവസാനം അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ചെയ്തത്. ആ ഖുർആനിനെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ എങ്ങനെയാണെന്നോ പരിചയപ്പെടുത്തുന്നത്. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി.
അള്ളാഹുവിന്റെ പ്രവാചകനെ, ഖുർആനിനെ കുറിച്ച് പ്രവാചകൻ അള്ളാഹു നൽകിയ ഒരു മുഅ്ജിസത്തിനെ കുറിച്ച് പറയുന്നിടത്ത് പ്രവാചകനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, എന്റെ അബ്ദിന്, എന്റെ അടിമക്ക് ഞാൻ നൽകിയ ഈ ഗ്രന്ഥത്തെ കുറിച്ച് നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെയുള്ള ഒരു ഗ്രന്ഥം കൊണ്ടുവരിക. അതിന് നിങ്ങൾ മറ്റുള്ള സഹായികളെയും നിങ്ങൾ കൂടെ കൂട്ടുക. എന്താ പ്രവാചകനെ പരിചയപ്പെടുത്തിയത്? അബ്ദ് എന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് അബ്ദ് എന്നതാണ്. മുഅ്ജിസത്ത് ആർക്ക് നൽകിയതാ? പ്രവാചകന് നൽകിയതാണ്. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകനാരാ? അടിമയാണ്, ഉടമയല്ല. ആരുടെ അടിമ? അള്ളാഹുവിന്റെ അടിമയാണ്. ഇസ്രാ യാത്ര എന്നത് വലിയ മുഅ്ജിസത്താണ്. സൂറത്തുൽ ഇസ്രായിലെ 1-ാമത്തെ ആയത്ത്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ആ ഇസ്രാ യാത്ര എന്നത് ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ, മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര. ആ കാലഘട്ടത്തിലേത്. ആ യാത്ര ഒരൊറ്റ രാത്രി കൊണ്ടാണ് പ്രവാചകനെ മസ്ജിദുൽ ഹറമിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് അള്ളാഹു കൊണ്ടുപോകുന്നത്. വലിയ അത്ഭുതമല്ലേ? വലിയ മുഅ്ജിസത്തല്ലേ? ഈ മുഅ്ജിസത്തിനെ കുറിച്ചാണ് ആളുകൾ കളവാണെന്ന് പറഞ്ഞത്. സംഭവിക്കൂല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിക്കുകയാണ്. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ്, സത്യപ്പെടുത്തുന്നവൻ എന്ന പേര് അള്ളാഹുവിന്റെ പ്രവാചകൻ നൽകുന്നത്. വലിയ അത്ഭുതമാണ് ഇസ്രാ യാത്ര എന്നുള്ളത്. മാസങ്ങളോളം യാത്ര ചെയ്യേണ്ട മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്ര നടത്തിക്കുകയാണ്. അവിടെ പ്രവാചകനെ പരിചയപ്പെടുത്തുന്ന പദം എന്താണ്? സുബ്ഹാനല്ലദീ, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ ഇസ്രാ യാത്ര നടത്തിയ അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അപ്പൊ അല്ലാഹുവിന്റെ പ്രവാചകൻ ആരാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ അബ്ദാണ്. അത് മാത്രമാണോ? അല്ല. അബ്ദുഹു വറസൂലുഹു, അല്ലാഹുവിന്റെ അടിമയും അല്ലാഹുവിന്റെ പ്രവാചകനുമാണ്. നമ്മളൊക്കെ അല്ലാഹുവിന്റെ അടിമകളാണ്. ഒരു മനുഷ്യൻ അല്ലാഹു ഈ ദുനിയാവിൽ നൽകുന്ന ഏറ്റവും വലിയ സ്ഥാനമാണ് അല്ലാഹുവിന്റെ നല്ല ഒരു അടിമയാകാൻ കഴിയുക എന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അബ്ദുഹു വറസൂലുഹു, അല്ലാഹുവിന്റെ അടിമയും അല്ലാഹുവിന്റെ പ്രവാചകനുമാണ്. അത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആളുകൾ പുകഴ്ത്തിയപ്പോ, വല്ലാതെ പുകഴ്ത്തിയപ്പോ, ഈസ നബി അലൈഹിസ്സലാമയുടെ ജന്മദിനം ആളുകൾ ആഘോഷിക്കുന്നത് കണ്ടപ്പോ, ലാ തുത്റൂനി കമാ അത്റത്തിൻ നസ്വാറ ഈസ ഇബ്നു മറിയം, നിങ്ങൾ മറിയമിന്റെ പുത്രൻ ഈസയെ പുകഴ്ത്തിയതുപോലെ എന്നെ പുകഴ്ത്തരുത്. ഇന്നമാ അന അബ്ദുൻ, ഞാനൊരു അടിമയാണ്. ഫഖൂലു, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞോളൂ, അബ്ദുല്ലാഹി വറസൂലുഹു, അല്ലാഹുവിന്റെ അടിമയും അല്ലാഹുവിന്റെ പ്രവാചകനും എന്ന് നിങ്ങൾ പറഞ്ഞോളൂ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ ഈ വിഷയത്തിന്റെ ആദ്യത്തെ ആഴ്ച സൂചിപ്പിച്ചു. അതൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള പ്രത്യേകതകളാണ്. എന്നാൽ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് എന്ന പേരിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ ചെല്ലുന്ന ചില വരികളുണ്ട്. അത് ഖുർആനിനെതിരാണ്, അത് ഹദീസിനെതിരാണ്. രണ്ടു വരി. അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫികാ ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീറു. കുറെ ആളുകൾക്ക് അറിയുന്ന വരിയായിരിക്കും, പക്ഷെ ആളുകൾക്ക് അർത്ഥം അറിയൂല. എന്റെ കാരണം എന്താ? ബിസിനസിനെ കുറിച്ച് നമ്മൾ പഠിക്കും, മൊബൈൽ ഫോണിന്റെ ടെക്നീഷ്യനെ കുറിച്ച് നമ്മൾ പഠിക്കും, ലോകത്തെ കുറിച്ച് നമ്മൾ പഠിക്കും, മതത്തെ കുറിച്ച് നമുക്ക് പാരമ്പര്യമായ 5ാം ക്ലാസ് മാത്രമേ ഉള്ളൂ. നമുക്കത് പഠിക്കണം എന്നില്ല. അപ്പൊ നമ്മൾ പഠിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ അടിമയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ഇതിൽ പറയുന്നതോ അബ്ദുക, നമ്മൾ പാടുന്ന വരിയത്, നമ്മുടെ നാട്ടിലെ സഹോദരങ്ങൾ പാടുന്ന വരിയാണ്. അബ്ദുക അൽ മിസ്കീനു യർജു, അബ്ദുക, പ്രവാചകരെ നിങ്ങളുടെ അടിമ. ആര്? പറയുന്നവൻ. അപ്പൊ ഉടമയാരാ? പ്രവാചകൻ. അബ്ദ് എന്ന് പറഞ്ഞ അടിമ, എല്ലാവർക്കും അറിയും. അബ്ദുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടിമ.
അൽ മിസ്കീൻ, മിസ്കീനായ പാവപ്പെട്ട നിങ്ങളുടെ അടിമ. ആരാണത്? ഇത് പാടുന്ന ആളുകൾ. യർജു, ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പാവപ്പെട്ട നിങ്ങളുടെ അടിമ പ്രവാചകരെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഫളലക്കൽ ജമ്മൽ ഗഫീറു, നിങ്ങളിൽ നിന്നുള്ള പാപമോചനം. ഫീക, പ്രവാചകരെ നിങ്ങളിലുണ്ട്. ഖദ് അഹ്സൻതു ലന്നി, എനിക്ക് നല്ല ഒരു വിചാരമുണ്ട് എന്റെ പാപങ്ങൾ നിങ്ങൾ പുറത്തു തരുമെന്ന്. യാ ബഷീറു യാ നദീറു, അത് പ്രവാചകന്റെ രണ്ട് പേരുകളാണ്. ഖുർആനിൽ പ്രയോഗിച്ച സന്തോഷ വാർത്ത അറിയിക്കുന്ന, മുന്നറിയിപ്പ് നൽകുന്ന പ്രവാചകരെ, നിങ്ങളിൽ ഞങ്ങൾക്ക് നല്ല ഒരു വിചാരമുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരണം പ്രവാചകരെ എന്ന് പറയുമ്പോൾ അത് വിശുദ്ധ ഖുർആനിനെതിരാണ്. മനസ്സിലാക്കാൻ ഒരു പണിയില്ല. അതുകൊണ്ടാണ് ചില ബൈത്തുകൾ, ചില വരികൾ, ചില മദ്ഹുകൾ അത് ഖുർആനിലുള്ളതല്ല, അത് പ്രവാചകനിലുള്ളതല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതല്ല. പുകഴ്ത്തൽ എന്ന പേരിൽ ആരൊക്കെയോ എഴുതിയുണ്ടാക്കിയതാണ്. അതെവിടെ എത്തി? അത് ആരാധനയിലേക്ക് എത്തി, അത് പ്രാർത്ഥനയിലേക്ക് എത്തി. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തേത്, പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറഞ്ഞ കാര്യം അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെ പോലെയല്ല. അവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആർക്കും അറിയാത്ത ചില മറഞ്ഞ ഗൈബിയായ കാര്യങ്ങൾ അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണ്? അത് പ്രവാചകന്മാരുടെ മുഅ്ജിസത്താണ്. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ. അല്ലാഹു ആരാണ്? അല്ലാഹു മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവനാണ്. ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ, മറഞ്ഞ കാര്യങ്ങൾ അല്ലാഹു മറ്റൊരാൾക്കും അറിയിച്ചു കൊടുക്കുകയില്ല. ഇല്ലാ മൻ ഇർതദാ മിൻ റസൂലിൻ, അല്ലാഹു ഇഷ്ടപ്പെട്ട തൃപ്തിപ്പെട്ട പ്രവാചകന്മാർക്കൊഴികെ. അപ്പൊ ഈ മറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി അവസാനിച്ചു. ഇനി ഒരാൾക്കില്ല. കാരണം ഇനിയുള്ളവരൊന്നും പ്രവാചകന്മാരല്ല. ഇനി നമ്മൾ വേഷഭൂഷാദികൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലെ സഹോദരങ്ങൾ അവർ വലിയ ആളുകളാണെന്ന് അവർ സ്വയം ഇങ്ങനെ കുറെ പറഞ്ഞ് ആളുകൾ മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ അവർ ചെന്ന് പിന്നെ അവർക്ക് തന്നെ തോന്നും ഞങ്ങൾക്ക് എന്തൊക്കെയോ പ്രത്യേകത ഉണ്ട്. അത് ബനു ഇസ്രായേലിയരായ ആളുകൾക്ക് തോന്നിയതാണ്. അവരെ കുറിച്ച് കുറെ ഇല്ലാത്തത് പറഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ തോന്നിയത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി ഒരാൾക്കും മറഞ്ഞ കാര്യം അറിയിച്ചു കൊടുക്കൂല എന്ന് മാത്രമല്ല, പ്രവാചകന്മാർക്ക് വരെ ഇഷ്ടമുള്ള സമയത്തെല്ലാം മറഞ്ഞ കാര്യം അറിയാനുള്ള കഴിവുണ്ടായിരുന്നില്ല. അതാണ് സൂറത്തുൽ അറാഫിലൂടെ അള്ളാഹുവിന്റെ റസൂലിനോട് പറയാൻ വേണ്ടി അള്ളാഹ് പറയുന്നത് ഒരായത്താണ്. ഖുൽ, നബിയെ നീ പഠിപ്പിച്ചു കൊടുക്കണം ആളുകൾ, നീ പറയണം, ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറാ, എനിക്ക് തന്നെ എന്റെ ജീവിതത്തിൽ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ. ഖുർആനിലായത്താ, വലൗ കുൻതു അഅലമുൽ ഗൈബ, എനിക്കെങ്ങാനും മറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലസ്തക്തർതു മിനൽ ഖൈരി, ഒരുപാട് ഖൈറുകൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നു. വമാ മസ്സനിയസ്സു, എനിക്കൊരു തിന്മയും ബാധിക്കില്ലായിരുന്നു എന്ന് പ്രവാചകരെ നിങ്ങൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഖുൽ, ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ്. ഖുൽ, പ്രവാചകരെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്ത്? എന്റെ ജീവിതത്തിൽ തന്നെ എനിക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. മറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്കറിഞ്ഞിരുന്നുവെങ്കിൽ ധാരാളം നന്മകൾ ഞാൻ നേടിയെടുക്കുമായിരുന്നു, ഒരു ഉപദ്രവവും എനിക്ക് ബാധിക്കുകയും ചെയ്യില്ലായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മരണസമയത്ത് പ്രവാചകൻ പറയുന്നുണ്ടല്ലോ, എന്റെ മരണത്തിന് വല്ലാത്ത വേദന ഉണ്ട്. അന്ന് ആ ജൂത സ്ത്രീയുടെ ഭക്ഷണം ഞാൻ കഴിച്ചത് വിഷം പുരട്ടിയ ഭക്ഷണമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ജൂത സ്ത്രീ നൽകിയത്. അള്ളാഹുവിന്റെ പ്രവാചകനും ആ ഭക്ഷണം കഴിച്ചു, കൂടെ ഉണ്ടായിരുന്ന ബിശ്ർ എന്ന ഒരു സ്വഹാബിയും ആ ഭക്ഷണം കഴിച്ചു. ബിശ്ർ എന്ന സ്വഹാബി മരിച്ചു ആ ഭക്ഷണം കഴിച്ചിട്ട്. പക്ഷെ പ്രവാചകൻ അറിയില്ലായിരുന്നു അത് വിഷം ചേർത്ത ഭക്ഷണമാണ്. ഉഹദ് യുദ്ധത്തിലേക്ക് പോയ ഹംസ റളിയല്ലാഹു അൻഹയെ അതിനിഷ്ഠൂരമായി ശത്രുക്കൾ കൊലപ്പെടുത്തുകയാണ്. പ്രവാചകന് താങ്ങും തണലുമായിരുന്ന തന്റെ പിതൃവ്യനായ അമ്മാവൻ. എന്നിട്ട് ഹംസ റളിയല്ലാഹു അൻഹയുടെ കരൾ പുറത്തെടുത്ത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, ഹിന്ദ് റളിയല്ലാഹു അൻഹ, അവർ രണ്ടാളും പിന്നെ മുസ്ലിമായി. പക്ഷെ മുസ്ലിം ആകുന്നതിന് മുമ്പ് ആ കരൾ പുറത്തെടുത്ത് ചവച്ച് പുറത്തേക്ക് തുപ്പി.
അള്ളാഹുവിന്റെ റസൂൽ അറിഞ്ഞിരുന്നെങ്കിൽ ആ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുമായിരുന്നോ? പ്രവാചകന്റെ ഭാര്യയെ കുറിച്ച് വ്യഭിചാരോപണം സമൂഹത്തിൽ ആളുകൾ പറഞ്ഞു വരത്തി. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും വ്യഭിചാരോപണം. ഒരു വേള പ്രവാചകൻ അത് വിശ്വസിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ആക്കി കൊടുത്തു. അള്ളാഹുവിന്റെ റസൂൽ അവിടേക്ക് സന്ദർശിക്കാൻ പോകാതിരുന്നു. ബന്ധം പരമാവധി കുറച്ചു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിൽ ആയത്തിറങ്ങിയപ്പോഴാ ഈ പറഞ്ഞു പരത്തുന്നത് തെറ്റാണെന്ന് അല്ലാഹുവിന്റെ റസൂലിന് പൂർണ്ണമായി ബോധ്യമായത്. ഒപ്പുള്ള സ്വഹാബത്തൊക്കെ വലിയ വലിയങ്ങളല്ലേ, കാര്യപ്പെട്ടവരല്ലേ, സഹാബിമാരല്ലേ, അവർക്കൊന്നും ഈ മറിഞ്ഞ കാര്യം അറിഞ്ഞില്ല. അത് അറിയിച്ചപ്പോഴാണ് അറിഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലെ ആളുകൾ മതത്തിന്റെ ഒരു വിഷയം വരുമ്പോ ആളുകൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നില്ല എന്നതാണ്. ഞങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ സ്വലാത്ത് ചൊല്ലണം, അത് പുണ്യമുള്ളതാണ്. അത് നമ്മൾ ഒരു പ്രാവശ്യം ചൊല്ലുമ്പോ അള്ളാഹുവിന്റെ മാലാകമാർ നമുക്ക് വേണ്ടി 10 പ്രാവശ്യം ചൊല്ലും. സ്വലാത്ത് ചൊല്ലുന്നവന് വെള്ളിയാഴ്ച പ്രത്യേകം പുണ്യമുണ്ട്. പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ചൊല്ലണം. പക്ഷേ പ്രവാചകന് സ്വപ്നത്തിൽ കാണാൻ എന്ന പേരിൽ ഒരു സ്വലാത്ത്, താജു സ്വലാത്ത്, അത് ഈ ആശയത്തിന് നേരെ എതിരാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന വമൗലാന സ്വാഹിബുത് താജി വൽ ബുറാഖി വൽ അലമി ദാഫിഉൽ ബലാഇ വൽ വബാഇ വൽ ഖഹ്തി വൽ മറദി വൽ അലം. ഇത് സ്റ്റാർട്ടിംഗ് ആണത്. എന്താ പറയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ആരാണ്? ദാഫിഉൽ ബലാ, പരീക്ഷണങ്ങളെ തടയുന്നവനാണ് പ്രവാചകൻ. വൽ വബാ, വബാ എന്ന് പറഞ്ഞാൽ സാംക്രമിക രോഗം, പകർച്ചവ്യാധിക്കാണ് വബാ എന്ന് പറയാം. പകർച്ചവ്യാധികളെ തടയുന്ന പ്രവാചകരെ. വൽ ഖഹ്തി വൽ മറദി വൽ അലം, ദാരിദ്ര്യത്തെ തടയുന്ന പ്രവാചകരെ, വേദനയെ തടയുന്ന പ്രവാചകരെ, പ്രയാസങ്ങളെ തടയുന്ന പ്രവാചകരെ. അപ്പൊ പ്രവാചകനെ സ്നേഹിച്ച് ഇസ്ലാം പഠിപ്പിക്കാത്ത പ്രാർത്ഥനകൾ ആളുകൾ ചൊല്ലുന്നു എന്നതാണ്. ശരിയല്ല, ഇത് സ്വലാത്തല്ല. ഇത് ആളുകൾക്ക് അറിയാത്തത് കൊണ്ട് നമ്മുടെ പല സഹോദരന്മാരും ചൊല്ലുന്നു എന്നതാണ്. മൂന്നാമത്തേത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് സൂറത്തുൽ ഇസ്രായിലെ 89 മുതൽ 93 വരെയുള്ള വചനങ്ങൾ എന്താ അറിയോ? പ്രവാചകന്റെ അടുത്ത് ചില ആളുകൾ വന്ന് പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും മുസ്ലിങ്ങളാവും, പക്ഷെ ചില അത്ഭുതങ്ങൾ നിങ്ങൾ കാണിക്കണം, ചില അത്ഭുതങ്ങൾ കാണിക്കണം. ഖുർആനിലായത്താ. വഖാലു, അവർ പറഞ്ഞു, ലൻ നുക്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബൂഅ. അവർ പറഞ്ഞു, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയില്ല, നീ എന്തു വേണം? ഈ ഭൂമിയിൽ നിന്ന് ഒരു പുഴ നീ ഉണ്ടാക്കണം. ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ വഇനബിൻ ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറാ. അല്ലെങ്കിൽ ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ ഉണ്ടാക്കണം, അതിനിടയിലൂടെ ഇങ്ങനെ ഒരു പുഴ ഇങ്ങനെ ഒഴുകണം. ഔ തുസ്ഖിത السماء كما زعمت علينا كسفا ഔ തഅതിയ ബില്ലാഹി വൽ മലായികതി ഖബീല. അല്ലെങ്കിൽ നീ പറയുന്നുണ്ടല്ലോ ആകാശത്തിൽ നിന്ന് ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ വരുന്നു അന്ത്യനാളിന്റെ അന്ന്, അതിപ്പോൾ തന്നെ ഒരു കഷ്ണങ്ങൾ വരട്ടെ. അതല്ലെങ്കിൽ അല്ലാഹുവും മലക്കുകളും ആകാശത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ. ഔ യകൂന ലക ബൈത്തും മിൻ സുഖറുഫിൻ ഔ തർഖാ ഫിസ് സമാഇ വലൻ നുക്മിന ലിറുഖിയ്യിക ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉഹു. അല്ലെങ്കിൽ നീ ആകാശത്തിലേക്ക് കയറിപ്പോ, എന്നിട്ട് അവിടെ നിന്ന് ഒരു കിതാബ് ഞങ്ങൾക്ക് വായിക്കാൻ കൊണ്ടുവരും എന്നൊക്കെ ആളുകൾ പ്രവാചകനോട് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? നമ്മുടെ നാട്ടിൽ എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഫ്ലൈറ്റ് പോകുമ്പോ പിടിച്ചു വെച്ച ആളുകൾ, കപ്പലിനെ തടഞ്ഞു വെച്ച ആളുകൾ, അതാണല്ലോ മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നവരാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറയണം, അല്ലാതെ ഒരു കുറ്റപ്പെടുത്തല്ല. എന്തൊക്കെ കഴിവുകൾ ഓരോ പുസ്തകങ്ങൾ വായിച്ചാൽ, ആനയുമായി സല്ലപിച്ചവർ, അതിനോട് സംസാരിച്ചവർ, ട്രെയിനിനെ തടഞ്ഞു വെച്ചവർ, ഇങ്ങനെയൊക്കെ മഹാന്മാരുടെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഖുർആൻ പറയണം. ഖുൽ, അപ്പൊ അല്ലാഹ് പറഞ്ഞു നബിനോട്, നബിയെ ഖുൽ, അവരോട് നീ പറയുക, സുബ്ഹാന റബ്ബി, എന്റെ റബ്ബ് എത്ര പരിശുദ്ധൻ എന്ന് പറയുക. ഹൽ കുൻതു ഇല്ലാ ബശറൻ റസൂല, ഞാനൊരു മനുഷ്യനായ പ്രവാചകരല്ലേ എന്ന് നീ അവരോട് പറയുക എന്ന് ഖുർആൻ തിരുത്തേൺ. ഖുർആൻ അതിനെ തിരുത്തേൺ. നിങ്ങളല്ല പരിശുദ്ധൻ, അള്ളാഹുവാണ് പരിശുദ്ധൻ എന്ന് അവരോട് പറയുക. അള്ളാഹുവിന്റെ പ്രവാചകനെ ആരാധിക്കപ്പെടുന്ന, പ്രവാചകനോട് പ്രാർത്ഥിക്കപ്പെടുന്ന സാഹചര്യങ്ങൾക്കുള്ള എല്ലാ കാരണങ്ങളും ഇല്ലാതാക്കി. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്ന ഒരാൾ പറഞ്ഞു, യാ സയ്യിദനാ വബ്നു സയ്യിദനാ വ ഖൈറനാ വബ്ന ഖൈറനാ.
ഒരാൾ വന്നിട്ട് യാ സയ്യിദിന, ഞങ്ങളുടെ നേതാവേ, വബ്നു സയ്യിദിന, ഞങ്ങളുടെ നേതാവിന്റെ മകനെ, വ ഖൈറന, ഞങ്ങളിൽ ഏറ്റവും പുണ്യാള, വബ്നു ഖൈറന, ഞങ്ങളുടെ കൂട്ടത്തിൽ പുണ്യാളന്മാരുടെ മകനെ എന്ന് പറഞ്ഞു. പ്രത്യക്ഷത്തിൽ ഒരു പ്രശ്നമല്ല, പക്ഷേ റസൂല് പറഞ്ഞേ, ഇങ്ങനെ വല്ലാതെ പറഞ്ഞപ്പോ അല്ലാഹ് റസൂൽ പറഞ്ഞേ, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹ് റസൂൽ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറയാണ്, ഈ സംസാരമുണ്ടല്ലോ, ഈ സംസാരം ഉണ്ടല്ലോ, ഈ സംസാരത്തിൽ പിശാചു വല്ലാതെ ഇടപെടുവേ, ഈ സംസാരത്തിൽ പിശാചു വല്ലാതെ ഇടപെടും. അന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ്, ഞാൻ അബ്ദുള്ളയുടെ പുത്രൻ മുഹമ്മദാണ്. അതുകൊണ്ട് നിങ്ങൾ പറയേണ്ടത് അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമയും അല്ലാഹുവിന്റെ പ്രവാചകനുമാണ് എന്ന് നിങ്ങൾ പറയണം. വല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ ഉഹിബ്ബു അൻ തർഫഊനി, ഞാൻ ഒരിക്കലും എന്നെ പുകഴ്ത്തി പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഫൗഖ മൻസിലത്തില്ലത്തി അൻസലനി അല്ലാഹ്, അല്ലാഹു എനിക്ക് നൽകിയ ഒരു സ്ഥാനമുണ്ട്, അതിനപ്പുറം ആ സ്ഥാനം ഞാൻ ഒരു പ്രവാചകനാണ് എന്ന സ്ഥാനമാണ്, അതിനപ്പുറത്ത് എന്നെ പുകഴ്ത്തുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് റസൂൽ തിരുത്തേണ്. ആരാധിക്കപ്പെടുന്നതിൽ നിന്ന്, പ്രാർത്ഥിക്കപ്പെടുന്നതിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഷാമിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഷാമിൽ നിന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വരികയാണ്. അദ്ദേഹം നേരെ വന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒരു സുജൂദാണ് ചെയ്തത്. പ്രവാചകൻ പറഞ്ഞു, മാ ഹാദാ യാ മുആദ്, എന്താണ് മുആദ് ഇത്? അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, ഷാമിലൊക്കെ അവിടെയുള്ള ഗോത്ര നേതാക്കന്മാർ, വലിയ വലിയ ആളുകൾ, അവരുടെ മുന്നിൽ പോയി ആളുകൾ സുജൂദ് ചെയ്യുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നമുക്കത് പാടില്ല. അങ്ങനെ പാടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഭാര്യയോട് ഭർത്താവിന്റെ മുൻപിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. പാടില്ല, പാടുണ്ടായിരുന്നുവെങ്കിൽ അത് ഞാൻ കൽപ്പിക്കുമായിരുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതൊക്കെ എതിർക്കുകയാണ്. എന്താണെന്നറിയോ? പ്രാർത്ഥിക്കപ്പെടേണ്ടതും ആരാധിക്കപ്പെടേണ്ടതും ആരോടാണ്? അള്ളാഹുവിനോടാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും മാറാനുള്ള ഒരു സ്വലാത്താണ് നാരിയ സ്വലാത്ത്. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي ഇനി നോക്കിക്കോളൂ, تنحل به العقد, تنحل به العقد, ഞങ്ങളുടെ ജീവിതത്തിലെ കെട്ടുകൾ അഴിച്ചുമാറ്റപ്പെടുന്ന പ്രവാചകരെ, ആ പ്രവാചകനിലൂടെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഖുറബ് എന്നൊക്കെ പറഞ്ഞ അതിന്റെ അർത്ഥം അറബിയില് വല്ലാത്ത പ്രയാസം പെടുന്ന പ്രയാസത്തിന് പറയാം. വല്ലാത്ത പ്രയാസങ്ങൾ ഞങ്ങളിലേക്ക് വരുമ്പോൾ അതിന് രക്ഷകനാകുന്ന പ്രവാചകരെ, ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിത്തരുന്ന പ്രവാചകരെ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നേടുന്ന പ്രവാചകരെ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളുടെ അവസാനം നന്നാക്കി തരുന്ന പ്രവാചകരെ, ആ പ്രവാചകന്റെ വജുഹ് കൊണ്ടാണ്, മുഖം കൊണ്ടാണ് ഞങ്ങൾക്ക് മേഘങ്ങളിൽ നിന്ന് മഴ വർഷിക്കുന്നത്. കറക്റ്റാണ് ഇതിന്റെ അർത്ഥം. നിങ്ങൾ ആലോചിച്ച് നോക്കുങ്ങൾ, ഇതൊക്കെ പ്രവാചകനിലൂടെയാണെന്ന് പറയുന്നത്. എന്നാ പ്രവാചകൻ പഠിപ്പിച്ചെന്ന പ്രാർത്ഥന എന്താണ്? പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന പ്രവാചകരെ എന്നാണ്. എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ രക്ഷപ്പെടുത്തിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നഫസല്ലാഹു അലൈഹി ഖുർബതൻ മിൻ ഖുറബി ദുനിയ, ഈ ദുനിയാവിലെ ഒരു പ്രയാസത്തിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുന്ന അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. ഇവിടെയും ഖുറബ് എന്നുള്ള പദമാണ്, ഇവിടെയും ഖുറബ് എന്ന പദമാണ്. ജീവിതത്തിലെ പര്യവസാനം നന്നാക്കുന്നവൻ പ്രവാചകനാണെന്നാണ്. പ്രവാചകനിലൂടെയാണ് നടക്കുന്നതെന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരാൾ യാത്ര പോകുമ്പോൾ നിന്റെ ദീനും നിന്റെ അമാനത്തും നിന്റെ പ്രവർത്തനങ്ങളുടെ പര്യവസാനവും ഒക്കെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ ഇതൊക്കെ അറിയാതെ പലപ്പോഴും ഇതിന്റെ ഭാഗവാക്കാകുന്നു എന്നതാണ്. ഇത് വലിയ ഒരു തെറ്റാണ്. വളരെ ക്ലിയർ ആണ്, ഇതൊക്കെ വളരെ സുഖകരമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. പക്ഷെ മതം പഠിക്കുക, ദീൻ പഠിക്കുക എന്നത് ആളുകൾക്ക് ഒരു പ്രയാസമാണ്. അതിൽ ആളുകൾ പാരമ്പര്യം, മഹല്ല്, അങ്ങനെ ഇത്രയും കാലമായില്ല എന്നൊക്കെയാണ്. പക്ഷെ അത് മനുഷ്യന്റെ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സ്നേഹിക്കണം. പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ പിന്തുടരുക എന്നതാണ് പ്രവാചകനിലുള്ള സ്നേഹം എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.